സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയും CMRL തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ ED അന്വേഷിക്കുന്ന കേസിൽ പുതിയ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. EDയുടെ ദക്ഷിണ മേഖല മേധാവിയായ പ്രശാന്ത് കുമാറുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. 130 കോടി രൂപ CMR ചെലവെഴുതിയ ഈ ഒരു അഴിമതി കേസിൽ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൽ വീണയ്ക്ക് കൊടുത്തിരിക്കുന്ന 2.25 കോടി 2,87 ലക്ഷം രൂപ എന്നുള്ള കണക്കിൽ വലിയ തിരിമറികളാണ് നടന്നിരിക്കുന്നത്. ഏതാണ്ട് 130 കോടി രൂപ വീണയുടെ അക്കൗണ്ട് വഴി കടന്നു പോയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഈ പണം ബഹ്റൈനിലെ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. എന്നാൽ ഈ EDയുടെ ദക്ഷിണ മേഖല മേധാവിയായ പ്രശാന്ത് കുമാറുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ബഹ്റൈനിൽ അങ്ങനെ ഒരു ബാങ്കിൽ വീണ വിജയന് ഉണ്ടായിരുന്ന അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലോ അല്ലെങ്കിൽ അവിടെ അവർ എന്നാണ് പണം നിക്ഷേപിച്ചിരുന്നത്, എത്ര നിക്ഷേപിച്ചു, അത് എന്ന് വിഡ്രോ ചെയ്തു, ആർക്കൊക്കെ കൊടുത്തു എന്ന തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ആ ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഈ സന്ദർഭത്തിൽ 2 തവണ ED വീണയെ ചോദ്യം ചെയ്തിരുന്നു എങ്കിലും വീണ്ടും ഒരു തവണ കൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നു. 2 തവണയിലധികമാണ് വീണ താമസിക്കുന്ന വീട് ED റെയ്ഡ് ചെയ്തത്. അന്ന് 19 കോടി രൂപ അവരുടെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ HDFC ബാങ്കിൻ്റെ ലോക്കർ തുറന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ 2019 ഈ കേസ് ഈ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് എന്നതിനാൽ പിണറായി വിജയൻ്റെ വീടിനോടനുബന്ധിച്ച് അവിടെ നടത്തിയ അന്വേഷണത്തിൽ വീണ വിജയൻ ഒരു 80 സെൻറ്റ് ഭൂമി ആ പുരയിടത്തോട് ചേർന്ന് മേടിച്ചിട്ടുണ്ട്. മറ്റൊരു ഭൂമി വാങ്ങിച്ചിരിക്കുന്നത് പാതിരിയോട് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തും കുറച്ച് ഭൂമി അവർ വാങ്ങിയതായി കാണുന്നു. ഇത് ഈ 130 കോടിയിൽ നിന്ന് ഏതെങ്കിലും പണം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള അന്വേഷണം നടക്കുമ്പോൾ വീണയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടിക്രമങ്ങളുമായി ED മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത്. ഒപ്പം ഈ 130 കോടി രൂപയുമായി ബന്ധപ്പെട്ട് വീണയുടെ ഭർത്താവായ റിയാസിനോ അച്ഛനായ പിണറായി വിജയനോ അല്ലെങ്കിൽ സഹോദരനായ വിവേക് കിരണിനോ പങ്കുണ്ടോ എന്ന് തന്നെയാണ് പരിശോധിക്കപ്പെടുന്നത്. പിണറായി വിജയനും മുഹമ്മദ് റിയാസും EDയുടെ റഡാറിലാണ്. CMRLൻ്റെ CMDയുടെ സ്വത്തുകൾ കൂടി കണ്ടുകെട്ടാനുള്ള നീക്കത്തിലേക്ക് ED പോകുന്നു എന്ന് പറയുമ്പോൾ ഈ കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ വാർത്ത നൽകുന്ന ആളെന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇപ്പോൾ ഈ സംഭവ വികാസത്തെ നോക്കിക്കാണുന്നത്? അതായത് ഞാൻ വാർത്ത കൊണ്ടുവരുന്നത് 2001 ലാവ്ലിൻ കേസിലാണ്. അന്ന് പിണറായി വിജയൻ പ്രതിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് വിദ്യുച്ഛക്തി 1996 മുതൽ 2001 വരെയുള്ള വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന അഴിമതി എന്ന നിലയിലാണ് ആ വാർത്ത കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹം പ്രതിയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നത് 2005 എനിക്ക് ഈ ബാലാനന്ദൻ ഡോക്യുമെൻ്റ് തന്നപ്പോഴാണ്. അതിൽ കൃത്യമായി തന്നെ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകൾ അടക്കമുള്ള എല്ലാം എൻ്റെ കൈവശം വന്നിരുന്നു. അതാണ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകളൊന്ന് ആക്രമിച്ച് കത്തിക്കുകയോ തട്ടിക്കൊണ്ടുപോവുകയോ അത് വെച്ച് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വീണയെ കല്യാണം കഴിക്കുകയോ മന്ത്രിസ്ഥാനം നേടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് പബ്ലിക്കായൊരു കാര്യമാണ്. ഇപ്പോൾ അതേപോലെ സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ വീണയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. 130 കോടി രൂപ ട്രാൻസാക്ഷൻ അവരുടെ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴി നടന്നു എന്ന് പറയുന്നൊരു കാര്യം വളരെ അതീവ ഗുരുതരമായ കാര്യമാണ്. അത് മാത്രമല്ല ബഹ്റൈനിലെ ഒരു ബാങ്കിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്ന കാര്യം 100% സത്യമാവാനാണ് സാധ്യത. കാരണം എൻ്റെ കൈവശം കിട്ടിയ 10,000 കോടി രൂപയുടെ പിണറായി വിജയൻ്റെയും മകളുടെയും ഒക്കെ അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകൾ പ്രകാരം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ രേഖ എനിക്ക് ഓർമ്മയുണ്ട്, ബഹ്റൈനിലെ ഒരു ബാങ്കിൻ്റെ രേഖയുണ്ട്, അമേരിക്കയിലെ ചില സ്ഥാപനങ്ങളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആ രേഖ ഞാൻ ഫയലിൽ സൂക്ഷിച്ച് കിട്ടി തൊട്ടടുത്ത് 2 ദിവസത്തിനുള്ളിലാണ് എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് ഓഫീസ് റെയ്ഡ് ചെയ്ത് എൻ്റെ വീട് റെയ്ഡ് ചെയ്ത് ഞാൻ ജയിലിലായിരുന്നു ഈ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയത്. അപ്പം വളരെ പിണറായി വിജയന് കൃത്യമായി എല്ലാ ഭാഗത്തും കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻഫോഴ്സ്മെൻറ്റിലും പിണറായി വിജയൻ ഇത്രയും കാലം പിടിപാടുണ്ടായിരുന്നു. ഇപ്പോൾ ഭരണം മാറിയതോടുകൂടി പിണറായി വിജയൻ്റെ ആവശ്യമില്ല. ഇനി പിണറായി വിജയനെ കൊണ്ട് യാതൊരു BJPക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല
ഇവിടെ CPM നിന്ന് BJPയിലേക്ക് ആൾ വരണമെങ്കിൽ പിണറായി വിജയനെ പിടിച്ച് അകത്താക്കണം, മകളെ പിടിച്ച് അകത്താക്കണം, മകനെ പിടിച്ച് അകത്താക്കണം എന്നുള്ള കൃത്യമായ ബോധ്യം അവർക്ക് വന്നിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ കൃത്യമായി ഡൽഹിയിൽ ഈ കാര്യം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുകയും അമിത്ഷായുമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ പിണറായി വിജയനെതിരെ ശക്തമായ നടപടികൾ വേണം, അന്വേഷണം വേണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം EDയുടെ ദക്ഷിണ മേഖല മേധാവി ഈ കാര്യത്തിൽ നേരിട്ട് അന്വേഷിക്കുകയും അതിൽ 130 കോടി രൂപ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. അതായത് CMRൽ നിന്നും 130 കോടി രൂപ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായി കാണണ്ട. 130 കോടി രൂപ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ 5000 കോടിയോളം രൂപ കരിമണൽ, കർത്തയ്ക്ക്, ഇൽമിനേറ്റ് അടക്കമുള്ള സാധനങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവർക്ക് സാധനം വേണമെങ്കിൽ പൈസ തരണമെന്ന് പേടിപ്പിച്ച് അവർക്ക് എത്തിച്ചു കൊടുത്ത വഴിയായി പിണറായി വിജയൻ നേടിയെടുത്തു എന്ന് ഷോൺ ജോർജിൻ്റെ ആരോപണം ശരിയാവാനാണ് സാധ്യത. കാരണം അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവമായൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ തോറിയം അടക്കമുള്ള ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന മൂലകങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോവുകയും കരിമണയിൽ നിന്ന് സുലഭമായിരുന്നു, അത് കടത്തിക്കൊണ്ടുപോയി വിദേശത്ത് മുസ്ലിം തീവ്രവാദികൾക്ക് പിണറായി വിറ്റു എന്ന് പറയുന്ന ഒരു വാക്ക്, അങ്ങനെ ഒരു ആരോപണം കൂടി അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ചെറിയ സംഭവമല്ല. പിണറായി വിജയൻ രാജ്യദ്രോഹ കുറ്റത്തിന് എല്ലാ കാലത്തും ജയിലിൽ കിടക്കേണ്ടി വരും. അല്ല, അത് സാർ ഇങ്ങനെയാണ്, ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഈ മൂലകം രാജ്യദ്രോഹ ശക്തികളിലേക്ക്, ഭീകരന്മാരുടെ കൈകളിലേക്ക് എത്തിച്ചേർന്ന് തീർച്ചയായും അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അല്ല, ഷോൺ ജോർജ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ വേറെ അർത്ഥത്തിൽ ഡയറക്റ്റ് പറഞ്ഞതോളൂ. തീർച്ചയായും അതിന്റെ അർത്ഥം അതാണല്ലോ. പിണറായി വിജയൻ നമ്മുടെ ദാവൂദ് ഇബ്രാഹിമുമായിട്ട് വിദേശത്ത് വെച്ച് കണ്ടു എന്നൊക്കെ വാർത്ത മുമ്പ് വന്നിരുന്നു. അതിന് നിജസ്ഥിതി നമുക്കറിയില്ല, പിണറായി വിജയൻ തന്നെ പറയണം. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ശരിയാണെങ്കിൽ ശരിയായ വഴിക്കാണ് പിണറായി വിജയനെയും മകനെയും പൂട്ടാൻ പോകുന്നത്. ഒരു ചെയിനാണത് എല്ലാം. കാരണം മകനും മകളും പിണറായിയും പ്ലസ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് ഈ ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയാണ് റിയാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കുടുംബസമേതം മരുമോനടക്കം നേരെ സെൻട്രൽ ജയിലിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര BJP സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ തന്നെ അവിടുന്ന് അന്വേഷണം ഉത്തരവിടുകയും അത് തിരുവനന്തപുരം CBI കോടതിയിലേക്ക് വിചാരണയ്ക്ക് ഉത്തരവിടുകയും ആ ഉത്തരവിലൂടെ 5-6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിണറായി വിജയൻ അതിൻ്റെ അകത്തും ജയിലിൽ കിടക്കേണ്ടി വരും. മാത്രമല്ല ഡോളർ കടത്തിൽ വളരെ ക്ലിയർ ആണ്, സ്വർണ്ണ കളക്കടത്തിൽ വളരെ ക്ലിയർ ആണ്, ലൈഫ് മിഷൻ തട്ടിപ്പിൽ വളരെ ക്ലിയർ ആണ്. സ്വപ്ന സുരേഷ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വിജിലൻസിൽ അത് മൊഴി കൊടുത്തു കഴിഞ്ഞു. അപ്പൊ സ്വപ്ന സുരേഷിന്റെ മൊഴി വളരെ ശക്തമാണ്. സ്വപ്ന സുരേഷ് വിജിലൻസ് അന്വേഷിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേസുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ മാത്രമേ അന്വേഷിക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഞാനത് പറയാൻ കാരണം, മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരേണ്ട 98.3 കോടി രൂപയുടെ കാര്യത്തിൽ ആ പണം കേരളത്തിലെ ടെക്നിക്കാലിയ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വന്നത് നിയമവിരുദ്ധമാണെന്ന് ഞാനിത് പഠിച്ചിരുന്നു. കാരണം മലബാർ ക്യാൻസർ സെന്റർ പ്രത്യേക അക്കൗണ്ടിലേക്ക് മാത്രമേ വരാവൂ. അന്നേരം 5 പൈസൻ്റെ വന്നിട്ടില്ല. അവർ തുടങ്ങിയ 500 രൂപ മാത്രമാണ് ആ അക്കൗണ്ടിൽ തലശ്ശേരിയുള്ളത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നു പറയുന്ന അർത്ഥം പിണറായി വിജയനെ പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ധരിക്കാം. അതിന് കേരളത്തിലെ BJPയിലെ ചില നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ ആദ്യം പേര് പറയുന്നത് ഇവർ കൈപ്പറ്റിയ പണത്തെക്കുറിച്ചായിരിക്കും. അതുകൊണ്ടാണ് അവർ കൃത്യമായി പിണറായി വിജയനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയല്ല, ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യത്തിൽ ശക്തമായ നടപടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായെ കാണുകയും ആ കാര്യത്തിൽ വളരെ ശക്തമായ നടപടികളുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു വാർത്ത എനിക്ക് കിട്ടിയിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വീണ വിജയന്റെ 130 കോടി രൂപ അക്കൗണ്ടിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബഹ്റൈൻ ബാങ്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സത്യമാവാനാണ് സാധ്യത. കാരണം അത് മാത്രം മതി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കൊടുക്കുക. പിണറായി വിജയൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? CMRL കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവും ആർക്കില്ല, വീണ വിജയനില്ല. ബന്ധം എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് കിട്ടേണ്ട അഴിമതി പണം വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വന്തം മകളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചും അല്ലാതെ ക്യാഷായും പണം വാങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം. 2020
ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ പറയുന്നത് 1,76,00,000 രൂപ പിണറായി എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പോയി എന്നുള്ളതും, അതേപോലെ PV എന്ന പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപ വാങ്ങി എന്ന് പറയുന്ന ഒരു കാര്യമാണുള്ളത്. എന്നാൽ ആദ്യം 25 കോടി രൂപ മേടിച്ചത് പിണറായി വിജയന്റെ പേരിൽ മേടിച്ചത് EP ജയരാജനാണ് എന്നുള്ള വാർത്ത ഞാൻ നേരത്തെ പുറത്തുവിട്ടിരുന്നത്. EP ജയരാജൻ ഇന്നേ വരെ നിഷേധിച്ചിട്ടില്ല. അതിന്റെ പേരിലാണ് പിന്നെ പിണറായി വിജയൻ ഈ CMRL കമ്പനിയെ കൃത്യമായി പഠിക്കുകയും അവിടെ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കായ്ക്കുന്ന മരമാണ്, സ്വർണ്ണ മരമാണെന്ന് മനസ്സിലാക്കി പിന്നീട് അതിൻ്റെ പിന്നാലെ പോവുകയും 5,000 കോടിയോളം രൂപ ഇത്തരത്തിലുള്ള ഇൽമിനേറ്റും അടക്കമുള്ള മെറ്റീരിയൽ എത്തിച്ചു കൊടുത്ത് തട്ടിയെടുത്തു എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട്. അപ്പം ഇവിടെ കൃത്യമായിട്ട് പിണറായി വിജയനും മകളും അടക്കമുള്ള ആളുകൾ ജയിലിലേക്ക് പോകാനുള്ള സമയമായി എന്ന് വേണം കരുതാൻ. ഇനിയും ഇത് അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ BJP ഗവൺമെൻറ് പിരിച്ചുവിടുന്നതായിരിക്കും നന്നാവുക.